ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇയർ ബാലൻസ് കംപ്ലൈൻ്റ് ആയിട്ട് തലകറക്കവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നിരുന്നത്. ചെറിയ ഫോട്ടോസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അത്ര സന്തോഷകരമല്ലാത്ത ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഞാനും കുറച്ച് വീഡിയോസൊക്കെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കുളിക്കാൻ പോയ വീഡിയോസും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാറ്റൂര്, കോതമംഗലം, വടാട്ടുപാറ സൈഡ് അങ്ങനെയുള്ളൊക്കെ ഏരിയകളിലേക്കൊക്കെ നിങ്ങളെല്ലാവരും കുട്ടികളുമായിട്ടും അതുപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം പോവാൻ. ഞാൻ പോവരുത് എന്ന് പറയുന്നില്ല, പക്ഷേങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു സാഹചര്യം. പല സ്ഥലത്ത് ശാന്തമായി ഒഴുകുന്ന പുഴകളായിരിക്കാം, പക്ഷേങ്കിൽ ഉള്ളിൽ വലിയ കയങ്ങളോ ചുഴികളോ, നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ കുഴികളും പാണിയേലി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ ശാന്തമായിട്ട് ഒട്ടും ആഴമില്ലാതെ നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേങ്കിൽ പല ഏരിയകളിലും സേഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും പല ഏരിയകളിലും വലിയ കുഴികളും മറ്റും ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കോതമംഗലം വടാട്ടുപാറ പുഴയിൽ കണ്ടാൽ വളരെ ശാന്തമായ പുഴയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സംവിധാനങ്ങളാണോ ഉള്ളത് എന്നൊന്നും. 3 കുട്ടികൾ നമ്മുടെ കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. 3 പേര് ഒരു വീടിന്റെ താങ്ങാവും എന്ന് പ്രതീക്ഷിച്ച് മാതാപിതാക്കള് വളർത്തി കൊണ്ടുവന്നിരുന്ന, പഠിക്കാൻ വിട്ടിരുന്ന ഡെന്റൽ കോളേജിലെ മക്കൾ 3 പേരാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചെറുകുന്നത്ത് കഴിഞ്ഞ ദിവസം കനാലിലെ വെള്ളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയി ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ 1 അല്ല 2 പേര്, ആദ്യം ഒരാളും അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താനാവാതെ ഒരാൾ. പല സ്ഥലങ്ങളിലും കുളിക്കാൻ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പരിസര പ്രദേശത്തെങ്ങും ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അവിടെ നിന്ന് 10-22 കിലോമീറ്ററുകളോളം യാത്ര ചെയ്താണ് കോതമംഗലം സൈഡിലൊക്കെ വന്ന് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുവരേണ്ടത്. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ആ ആളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് മിക്കപ്പോഴും സംഭവിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ വെക്കേഷനാണ്, നിങ്ങൾ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ എൻജോയ് ചെയ്യണം, പക്ഷേങ്കിൽ മാതാപിതാക്കളോടൊപ്പമോ അതല്ലെങ്കിൽ വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടോ അത്രയും കെയർഫുൾ ആയിട്ട് മാത്രം. അതുപോലെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ച് നിങ്ങൾ വെള്ളത്തിലിറങ്ങാൻ ശ്രമിക്കരുത്. അതൊരു ആത്മഹത്യക്ക് തുല്യമായ രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ യാതൊരു രീതിയിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റു ഒരു സെൽഫി എടുക്കാനൊക്കെ വലിയ പാറകളുടെ മുകളിലും അതുപോലെ തന്നെ കുളങ്ങളുടെ സൈഡുകളിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ സെൽഫി എടുത്തോ, പക്ഷേങ്കിൽ അങ്ങനെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള സെൽഫി എടുക്കുന്നതും മറ്റും നിങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് ശ്രദ്ധിക്കുക. ജീവന് ഒരുപാട് വിലയുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നിങ്ങളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ പിന്നീടത്തെ അവസ്ഥ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതുക. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടുവേണം ഓരോ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടും പോകാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളിൽ നിന്നും വിട പറഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.